ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഇന്നൊരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പിട്ട് വേവിക്കാൻ വെക്കാം. മിനിമം ഒരു 8-9 വിസിലെങ്കിലും വേണം വേവാൻ. അപ്പം ഞാൻ ഇവിടെ ഒരു 8 ഉള്ളിയും 8 തക്കാളിയും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ 3/4 വേവ് ആകുമ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം, കട്ട് ചെയ്തിട്ട്. ബീഫിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലോട്ട് 4 സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുക്കറിലിട്ട് 2 വിസിലടിക്കുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ബീഫിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് തൈരാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് റൈസ് റെഡിയാക്കി എടുക്കണം.
അതിന് വേണ്ടിയിട്ട് അടുപ്പത്തൊരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് 2 കട്ട് ചെയ്ത് വെച്ച ഉള്ളിയാണ്. ഇതിന് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കണം. പിന്നെ ചേർക്കുന്നത് ഏലക്കായും ഗ്രാമ്പുമാണ്. കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വറുത്ത് കോരേണ്ടത് കാഷ്യൂനട്ടും മുന്തിരിയുമാണ്. അത് നമ്മൾ നേരത്തെ ഉള്ളി ഉണ്ടാക്കിയ അതേ പാത്രത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോഴേക്കും അരി നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ജീരകശാല അരിയാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത ഒരു പാത്രത്തിലോട്ട് തന്നെ ഈ ഒരു അരി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ വറുത്തെടുക്കേണ്ട പാകം എന്ന് വെച്ചാൽ ഈ അരി തമ്മിൽ ചെറുതായിട്ടൊന്ന് ഒട്ടും, അങ്ങനത്തെ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ വേറൊരു അടുപ്പത്ത് നമ്മൾ തിളച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആ ഒരു അളവിലാണ് നമ്മൾ വെള്ളം ചേർക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള റൈസ് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ അരി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ റൈസിൽ നിന്ന് പകുതി റൈസ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഗരം മസാലപ്പൊടി മുകളിലോട്ട് വേറി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളിയും മുന്തിരിയും കാഷ്യൂനട്ടും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച റൈസ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മല്ലിച്ചപ്പും ഗരം മസാലപ്പൊടിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉള്ളിയും എല്ലാം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ദം ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഈ ദം എടുത്ത് മാറ്റി നോക്കിയാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ബീഫ് ബിരിയാണിയുടെ തയ്യാറായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതേക്കും. അസ്സലാമു അലൈക്കും.